അത് എനിക്ക് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇവിടുന്ന് അത് ആ വാർത്ത അങ്ങനെ ഉണ്ട് എന്ന് ഞാനും അത്രയും അറിഞ്ഞിട്ടുള്ളൂ. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം എന്താ പറയുക UDF-ന്റെ ഭാഗത്തു നിന്ന് കിട്ടാതെ ഞാനത് സ്ഥിരീകരിക്കുന്നത് ശരിയല്ലല്ലോ. അത് നിങ്ങൾ അത് ഐ അഗ്രി വിത്ത് ദാറ്റ്. എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളാണ് സ്ഥാനാർത്ഥി എന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഔദ്യോഗികമായിട്ട് എന്താ പറയുക UDF ലീഡർഷിപ്പ് പറയായിരിക്കും. KPCC പ്രസിഡന്റ് അത് പറഞ്ഞു എന്ന് കേട്ടതിൽ, ഞാനത് കേട്ടില്ല, കേട്ടതിൽ സന്തോഷമുണ്ട്. അല്ല, വെറുതെ ഒന്നും ഒരിക്കലും അങ്ങനെ പറയില്ല, ഗൗരവത്തിൽ തന്നെ പറയും. അല്ല, ബേപ്പൂരിൽ എന്തായാലും ഒരു UDF സ്ഥാനാർത്ഥിയെ ജയിക്കാൻ പോകുന്നുള്ളൂ. അതിൽ തർക്കമൊന്നുമില്ല. അവിടെ ഈ പറയുന്ന പിണറായി കുടുംബാധിപത്യ ഏകാധിപത്യ രാഷ്ട്രീയത്തിന് ബേപ്പൂര് അന്ത്യം കുറിക്കും. മാത്രമല്ല, ഇവിടെ ഈ ഗവൺമെന്റ് നടത്തിവരുന്ന ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ, മതേതര വിരുദ്ധ നിലപാടുകൾക്കെതിരെ സ്വാഭാവികമായും അതിന്റെ പ്രതികരണം കൂടിയാണ് ഉണ്ടാവുക. അതിലൊരു അഡീഷണലാണ് ഈ പറയുന്ന മരുമോനിസം. അപ്പൊ സ്വാഭാവികമായിട്ടും ആ തെരഞ്ഞെടുപ്പ് ഒന്നുകൂടെ ശക്തി കൂടും. അല്ല, തുടർച്ചയായിട്ട് ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് വലിയ മേധാവിത്വമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഈ ഒരു അമിത ആത്മവിശ്വാസമല്ലേ താങ്കളുടെ? അല്ലേ, ഇടതുപക്ഷം ഇപ്പൊ 99 സീറ്റിലല്ലേ ഇപ്പൊ ഭൂരിപക്ഷത്തിലാണല്ലോ കേരളത്തിലുള്ളത് അല്ലേ. അത് 25 സീറ്റിലേക്ക് ഒതുങ്ങുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൽ ഈ ബേപ്പൂര് പെടും, അത്രേ ഉള്ളൂ. ഇപ്പൊ 28,000 വോട്ടല്ലേ എന്ന് ഇന്ന് രാവിലെ ആരോ എന്നോട് സുഹൃത്തുക്കളാരോ ചോദിച്ചു. അതിലൊന്നും വലിയ കാര്യമില്ല. കാരണം 2,80,000 3 ലക്ഷം വോട്ടുണ്ടായിരുന്ന മണ്ഡലങ്ങളും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മാറി മറിഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങളാണ്. ആ ജനങ്ങളുടെ മനസ്സ് ഈ പിണറായി ഗവൺമെന്റിനെതിരാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ആകെത്തുകയാണ് ഞാൻ ഈ പറയുന്ന പിണറായിസം. ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഗവൺമെന്റിനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ജനങ്ങൾ കണ്ടില്ല. തമിഴ്നാട്ടിലുണ്ടാവും. ജയലളിത ഭരിക്കുമ്പോൾ ജയലളിതയാണ് തീരുമാനിക്കുക. ഈ പറയുന്ന DMK ഭരിക്കുമ്പം അവിടെ കരുണാനിധിയാണ് തീരുമാനിക്കുക. ആന്ധ്രയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ കേരളത്തിൽ ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിനെ ഉൾക്കൊള്ളാത്ത, ബഹുമാനിക്കാത്ത, ആദരിക്കാത്ത ഒരു എന്താ പറയുക ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. പാർട്ടി ഉണ്ടോ അവിടെ? CPM എന്ന് പറയുന്ന പാർട്ടി എവിടെ? പാർട്ടി സെക്രട്ടറി എവിടെ? പണ്ട് പാർട്ടിയായിരുന്നു ഇതൊക്കെ നിയന്ത്രിച്ചിരുന്നത്. ആ സംവിധാനം തകർത്ത് തരിപ്പണമാക്കി പിണറായിസത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയോട് ചോദിക്കാത്ത, മുഖ്യമന്ത്രിയുടെ ഇംഗിതത്തിന് മനസ്സിലാക്കി സംസാരിക്കാൻ ശേഷിയില്ലാത്ത പൊളിറ്റിക്കൽ പാർട്ടി സെക്രട്ടറി ആയിട്ട് പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദമാഷ് മാറി. അത് തന്നെയാണ് ഈ പാർട്ടിയുടെ തകർച്ച. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വികാരപരമായിട്ടുള്ള രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടിയാണ്. അതിനെന്നും എന്താ പറയുക അതിന്റെ പിൻബലം ഉണ്ടാവും. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ അവർക്ക് സാമുദായികമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള, സാമൂഹികമായ പിൻബലം ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് പിൻബലം ഉള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള പിൻബലം എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ആശയത്തിന് അടിസ്ഥാനപ്പെടുത്തി ആ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന, ആ പാർട്ടിയെ ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്ന സഖാക്കളാണ് ആ പാർട്ടിയുടെ പിൻബലം. ആ പാർട്ടിയിൽ ചർച്ചകൾ നടക്കും. ഇന്ന് അതൊന്നുമില്ല. ആ പാർട്ടി ഉണ്ടാക്കി കൊണ്ട് നടക്കുന്ന സഖാക്കളെ സംബന്ധിച്ച് ഒരു വാക്ക് പറയാനുള്ള അധികാരമല്ല പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും. ജില്ലാ സെക്രട്ടറി ആയാലും സംസ്ഥാന സെക്രട്ടറി ആയാലും പാർട്ടിയുടെയും ജനങ്ങളുടെയും വികാരം പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല. അവർക്ക് പിണറായിയുടെ വികാരം പ്രതിഫലിപ്പിക്കാൻ കഴിയുള്ളൂ. ആ പിണറായിയുടെ വികാരം എന്ന് പറയുന്നത് ആ കൊച്ചു കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ആ കുടുംബത്തെ സംരക്ഷിക്കുകയും അതിന്റെ സാമ്പത്തിക സ്രോതസ്സുകളും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിനപ്പുറം തൊഴിലാളി എന്ന് പറയുന്ന ഒരു വാക്കുച്ചരിക്കാൻ ഇന്ന് ഈ പറയുന്ന ഒരാളും ഒരു ഘട്ടത്തിലും തയ്യാറാവുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജീവിക്കുന്ന കടലോരത്തിലൂടെയാണ് ഈ യാത്ര നടക്കുന്നത്. ഇപ്പൊ എന്താ പറയാ, മന്ത്രിയുടെ യാത്ര നടക്കുന്നത് മുഹമ്മദ് റിയാസിന്റെ. എവിടെയെങ്കിലും മന്ത്രിയുടെ ആ പ്രസ്താവനകളും ആ പ്രസംഗങ്ങളും എടുത്തു നോക്കൂ. ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസംഗം തുടങ്ങുമ്പോൾ എന്താ ഉണ്ടാകുക? രാജ്യത്തെ തൊഴിലാളികളെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ. ഇന്ന് തൊഴിലാളിന്റെ പേര് കേൾക്കുന്നത് പോലും ഈ കമ്മ്യൂണിസ്റ്റ് ലീഡർമാർക്ക് അലർജിയാണ്.